ഹായ്, ദിസ് ഈസ് സൂപ്പർ 30. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ JEE എക്സാമുകളൊക്കെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 30 ക്വസ്റ്റ്യൻസാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. സോ ഇത് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നമ്മുടെ പ്ലേ ലിസ്റ്റിൽ കിട്ടും. ഇവിടെ നോക്കാം. ഇവിടെ പറയുന്നത് 2 guns A and B can fire bullets at speed 1 km/s and 2 km/s എന്നാണ്. അതായത് നമ്മുടെ കയ്യിൽ 2 ഗണ്ണുണ്ട്. എ എന്ന് പറയുന്ന ഗണ്ണിന് സ്പീഡ് വെടിവെക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് 1 km/s ആണ്. ഈ രണ്ടാമത്തെ ഗണ്ണിൻ്റെ സ്പീഡ് ബി എന്ന് പറയുന്ന ഗണ്ണിൻ്റെ സ്പീഡ് 2 km/s ആണ്. ഓക്കെ, ശരി, ബാക്കി വായിക്കാം. ഇനി ഫ്രം എ പോയിൻ്റ് ഓൺ എ ഹൊറിസോണ്ടൽ ഗ്രൗണ്ട് ദേ ആർ ഫയേർഡ് ഇൻ ഓൾ പോസിബിൾ ഡയറക്ഷൻസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഗ്രൗണ്ട്. ഇതിലൊരു പോയിന്റിൽ നിന്നും ഈ തോക്ക് ഉപയോഗിച്ച് നമ്മൾ എല്ലാ ഡയറക്ഷനിലേക്കും വെടിവെക്കുക. അതായത് നമ്മൾ ഇങ്ങനെ വെടിവെക്കുന്നു, അപ്പോൾ ഗുണ്ട ഇങ്ങനെ പോയി വീണു, കണ്ടോ? ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വെടിവെക്കുന്നു, അപ്പോൾ എന്ത് ഉണ്ട അങ്ങോട്ടേക്ക് പോയി വീണു, കണ്ടോ? എല്ലാ ഡയറക്ഷനിലേക്കും വെടിവെക്കുകയാണ്. ഇനി നമ്മൾ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ, ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു രീതിയിലാണ് കാണുക. ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ ഇങ്ങനെ വെടിവെച്ച് കഴിഞ്ഞാൽ ഉണ്ട ഇങ്ങനെ പോയി വീണു, ഇങ്ങനെ വെടിവെക്കുമ്പോൾ ഇങ്ങനെ പോയി വീണു, കണ്ടോ? ഇങ്ങനെ വെടിവെക്കുമ്പോൾ ഇങ്ങനെ, കണ്ടോ? ഈ രീതിയിൽ കാണും. ഓക്കെ, അതായത് ടോപ്പിൽ നോക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ ഡയറക്ഷനിലേക്കും ഇങ്ങനെ വെടി ഇങ്ങനെ പോയി വീണിട്ട് ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ കണ്ടോ, നമ്മുടെ മേശാപ്പൂ വിരിയണ പോലെ, എന്താ സാധനം എന്ന് പറയുന്നത് നമുക്ക്, അത് വിരിയണ പോലെ കണ്ടോ, ഇങ്ങനെയാണ് കാണാം. ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ തോക്ക് വെച്ചും വെടിവെക്കുകയാണ്. കണ്ടോ, ബി എന്ന് പറയുന്ന തോക്ക് ബി വെച്ചും വെടിവെക്കുമ്പോൾ ഇവിടെ കൂടുതൽ ദൂരത്തേക്ക് പോവും. കാരണം എന്താ, ഗംഭീര വെടിയാണ്, സ്പീഡ് കൂടുതലാണല്ലേ. ഇവിടെ നമ്മൾ എല്ലാ ഡയറക്ഷനിലും വെടിവെക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സർക്കിളിൻ്റെ ഉള്ളിലായിട്ട് കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ ഇത് കിടക്കുന്ന സർക്കിളിൻ്റെ ഏരിയ ഓഫ് എ എന്ന് എഴുതി, ഈ സർക്കിളിൻ്റെ ഏരിയ ഓഫ് ബി എന്ന് എഴുതി കഴിഞ്ഞാൽ ബാക്കി വായിക്കാം. ദ റേഷ്യോ ഓഫ് മാക്സിമം ഏരിയാസ് കവേർഡ് ബൈ ദ ബുള്ളറ്റ്സ് ഫയർഡ് ബൈ ദ 2 guns. അതായത് ഈ 2 ഗണ്ണുകൾ ഫയർ ചെയ്യുന്ന ബുള്ളറ്റിൻ്റെ ഏരിയ ഓഫ് ബുള്ളറ്റ് എ ഈസ് ടു ഏരിയ ഓഫ് ബുള്ളറ്റ് ബി, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഏരിയ നമുക്ക് എങ്ങനെ എഴുതാടാ? ഇത് നമുക്ക് ഏരിയ ഓഫ് എ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ബി എന്ന് എഴുതാം അല്ലേ. സോ ഇതെന്താണ് സാർ സംഭവം? ഇതെന്താണ് സാർ? സർക്കിളല്ലേ സാർ? സർക്കിളിൻ്റെ ഏരിയ π/r². ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ റേഡിയസ് RA² ഡിവൈഡഡ് ബൈ ഇവിടെ RB² എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതൊരു പ്രൊജക്റ്റൈൽ പോലെയാണ് വെടി പോവുക. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല, വെടി വയ്ക്കുമ്പോൾ നോക്കി ഒരു പ്രൊജക്റ്റൈൽ പോലെയാണ് ഇത് പോവുക, കണ്ടോ? അപ്പോൾ ഈ പ്രൊജക്റ്റൈൽ പോലെയാണ് പോകണമെങ്കിൽ ഇതിൻ്റെ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച്, ഈ റേഞ്ച് ആയിരിക്കും നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റേഞ്ചിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. റേഞ്ചിൻ്റെ ഇക്വേഷൻ എന്താ? റേഞ്ചിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് U² sin 2θ/g. ഇതായിരിക്കും നമ്മുടെ റേഡിയസ്, റേഞ്ച് ആയിരിക്കും റേഡിയസ്. ഓക്കെ, ഇനി ഇവിടെ മാക്സിമം ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ മാക്സിമം ദൂരത്തേക്ക് വെടിവെക്കണം. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് R max ആയിരിക്കും. ഓക്കെ, മാക്സിമം റേഞ്ചിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? മാക്സിമം റേഞ്ചിൻ്റെ ഇക്വേഷൻ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. sin 2θ വാല്യൂ 1 ആയിട്ട് മാറണം. അതായത് R max ആണ് നമ്മുടെ ഇവിടുത്തെ റേഡിയസ്. അതെന്ന് പറയുന്നത് U²/g ആണ്. കണ്ടോ, U²/g. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റേഡിയസ് ഓഫ് എ എന്തായിരിക്കും? എയുടെ വെലോസിറ്റി 1 km/s അല്ലേ. സോ 1²/g ആയിരിക്കും. ഇനി റേഡിയസ് ഓഫ് ബി എന്തായിരിക്കും? ഇവിടെ ബിയുടെ വെലോസിറ്റി 2 ആണ്. അപ്പോൾ 2²/g, അതായത് 4/g ആയിരിക്കും. ഓക്കെ, ഇത്രയും കഴിഞ്ഞ പരിപാടികൾ സിമ്പിളാണ്. ഇവിടെ π/r² എ എന്ന് പറഞ്ഞാൽ 1²/g, അതിന് സ്ക്വയർ ചെയ്യുമ്പോൾ 1/g² ഡിവൈഡഡ് ബൈ ഇവിടെ π/RB². RB എന്ന് പറഞ്ഞാൽ 4/g ആണ്. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ 4 സ്ക്വയർ ചെയ്യുമ്പോൾ 16, പിന്നെ ജീനെ സ്ക്വയർ ചെയ്തു. ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുന്നത് എന്താണ് സാർ? ബാക്കി ഉണ്ടാവുന്നത് 1/16 ആണ് അല്ലേ. അതായത് റേഷ്യോ എത്രയാണ് സാർ? 1:16. ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ.